ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കയറി കേട്ടോ. ഇത് ഊട്ടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അതെന്തെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തിട്ട് ഇത് വന്ന് കാണുക കേട്ടോ. അങ്ങനെ കയറി വന്നപ്പോൾ ഞങ്ങൾ ഒരു ചെരുപ്പൂത്തിയൊക്കെ ഇരിക്കുന്ന പോലെ ഒരു സ്ഥലം കണ്ടു. അവിടെ നോക്കിയപ്പം ചെരുപ്പിൻ്റെ മിനിയേച്ചർ വെച്ചേക്കുന്ന കണ്ടു. ഞാൻ ഓർത്ത് വെറുതെ ഇങ്ങനെ വെച്ചേക്കുന്നതായിരിക്കും, പക്ഷെ അത് പൈസയ്ക്കാണ് കേട്ടോ. 200 രൂപയാണ് ആ ഒരു ജോഡിക്ക് വരുന്ന കുഞ്ഞ് മിനിയേച്ചറിന് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗാർഡനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴും പിന്നെ എന്താ പറയുക, നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അവിടെയും ടിക്കറ്റ് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളുടെ ക്യൂല് ആൾ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഗാർഡനിലേക്ക് കയറുകയാണ്. ഗാർഡനിൽ ഇന്ത്യയുടെ മാപ്പിലെ കേരളത്തിൻ്റെ അറ്റത്ത് കിടക്കുന്ന ലക്ഷദ്വീപിനെ ആരോ പറിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ആൺകുട്ടികൾ കുറച്ച് പേര് റീലെടുക്കുന്നുണ്ട്. ഇത് നമ്മളെല്ലായിടത്തും ഇപ്പോൾ കാണുന്ന കാഴ്ചയാണല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ ഇങ്ങനെ പൊട്ടറ്റോ സ്പ്രിങ് റോളും പിന്നെന്താ വേറെന്തോ സാധനമൊക്കെ, അങ്ങനെ സ്ട്രീറ്റ് ഫുഡില്ല അവിടുത്തെ, അതൊക്കെ വാങ്ങി കുറച്ച് കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു കേട്ടോ. ഈ തീപ്പെട്ടി അടുക്കി വെച്ചേക്കുന്ന പോലെ നമ്മൾ കാണുന്നത് ഊട്ടിയിലെ മെഡിക്കൽ കോളേജാണ് കേട്ടോ. പിന്നെ ഈ ഭാഗമൊക്കെ കണ്ടപ്പോൾ എനിക്ക് താളവട്ട സിനിമയും ചിത്ര ഫിലിമും ഒക്കെ ഓർമ്മ വന്നു കേട്ടോ. ഓർക്കുന്നുണ്ടോ? അതുപോലൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അവിടേക്കാണോ എന്നറിയില്ല, അത് വർഷങ്ങൾക്ക് മുന്നല്ലേ. പക്ഷേ എനിക്ക് ഇതൊക്കെ കണ്ടപ്പം അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതവിടുത്തെ പൈൻ ഫോറസ്റ്റ് ആണ്. അവിടെയും നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറിയില്ല കേട്ടോ, കാരണം നമുക്കിവിടെ വാഗമണ്ണിൽ ഫ്രീ ആയിട്ട് പൈൻ ഫോറസ്റ്റിൽ കയറാൻ പറ്റും. പിന്നെ എന്തിനാ ചുമ്മാ തിക്കി തിരക്കി നിന്ന് അവിടെ ക്യൂ നിന്ന് സമയം കളഞ്ഞ് അതിൽ കയറുന്നത്. അവിടെയും ഇഷ്ടംപോലെ തിരക്കുണ്ടായിരുന്നു, ടിക്കറ്റ് എടുക്കാനൊക്കെ എല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണാത്തവരുണ്ടാവുമല്ലോ. പിന്നെ ഇത് വന്ന ചിത്രം ഫിലിമിലെ ആ സോങ് ഇല്ലേ, മോഹൻലാലും രഞ്ജിനിയുള്ള ആ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലമാണേ. നമ്മുടെ വാഗമണ്ണൊക്കെ പോലെ കണ്ടാൽ തോന്നും. എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒടുക്കത്തെ വിശപ്പാണല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ വിശന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി സദ്യ എന്ന് പറഞ്ഞ് കയറിയതാ. പക്ഷേ സദ്യയൊന്നും ആയിരുന്നില്ല, അവിയൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല വിശന്നുകൊണ്ട് ഞങ്ങൾ നന്നായി കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. കേരള ഫുഡായിരുന്നു. സദ്യ എന്ന് പറഞ്ഞ് കയറിയതാ, പക്ഷെ കുഴപ്പമില്ലായിരുന്നു.
വിശന്നിരിക്കുമ്പം എല്ലാം നല്ല ടേസ്റ്റായിട്ട് തോന്നുമല്ലോ. ഹായ് കുട്ടികളെ, വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഊട്ടിയെല്ലാം കറങ്ങി ലാസ്റ്റ് വയനാട് ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വയനാട് ജസ്റ്റ് കറങ്ങാൻ ഓർത്തിറങ്ങിയതാണ്. ഇപ്പോൾ ബാണാസുര ഡാം വന്നേക്കാണ്. നമുക്ക് പോകാം കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം മുതിർന്ന ഉപയോഗിച്ചാൽ ഫൈൻ. അക്കച്ചി അക്കച്ചി അക്ക കുട്ടി ബോർഡ് വെച്ചേക്കുന്നത് വായിച്ചോ? 12 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രം, മുതിർന്നവർ കയറിയ ഫൈനാന്ന്. അത് അവിടെ എഴുതി വെച്ചേക്കുന്നു. ആ ഊര് ഞാൻ പറയാം 3 വയസ്സേ ഉള്ളെന്ന്. 3 വയസ്സിന്റെ കൊച്ചാന്ന് പറയാം. ഇതേ അക്കച്ചി ഊരണം എന്നൊക്കെ പറഞ്ഞ ഇവര് വേറെ വല്ലതും വിചാരിക്കും. ആ ഊര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോയി ഊര്. അത് വെച്ച് അങ്ങനെ വല്ലതും പറയാം, വിശ്വസിക്കും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഒരു 20 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പം അവർ ഡാമിൻ്റെ അവിടെ കൊണ്ട് നമ്മൾ ഇറക്കി വിടും കേട്ടോ. ഇതുപോലെ ഒരു വാനിൽ ഒരു 10-18 പേരും അതിൽ കയറാൻ പറ്റും. അവർ കൊണ്ട് ഇറക്കി വിടും. നമുക്ക് നടന്നു പോകുന്നവർക്ക് നടന്നു പോകുന്ന ദൂരമുള്ളതെന്നാണ് പറയുന്നത്. അതേ ദൂരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതിൽ കയറിയാണ് ഇറങ്ങിയത്. അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവർ രാവിലെ മുതൽ 9 മണിയോ 10 മണിയോ മുതൽ വൈകിട്ട് 5 മണി വരെ ഉള്ളത്. നമുക്കതിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ച് വന്നാൽ മതി കേട്ടോ. പക്ഷെ ഞങ്ങൾ അത്രയും നേരം ഒന്നും നിന്നില്ല, കുറച്ച് നേരം കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. നമുക്ക് 5 മണിക്കുള്ളിൽ വന്നാൽ മതി. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹൊറർ ഹൗസിൽ കയറി കേട്ടോ.
എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഹൊറർ ഹൗസ് കാണുമ്പോൾ കയറണമെന്ന്. പക്ഷേ ഒറ്റയ്ക്ക് കയറാൻ പേടിച്ചിട്ട് ഞാൻ കയറിയിട്ടില്ല. ഇപ്പം ഞാൻ ഞങ്ങൾ രണ്ടാളും കൂടെ കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കയറി കേട്ടോ. എൻ്റെ പൊന്നടാവേ പേടിച്ചു പോയി കേട്ടോ. നല്ല രീതിയിൽ പേടിച്ചു. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ചത്തുപോയേനെ. പക്ഷേങ്കിൽ അവനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കളിക്കത്തില്ല, അതുപോലെ വാലേ വാലയിൽ നിന്നാണ് കയറിയത്. ഞാനാണെങ്കിൽ 150 രൂപ ടിക്കറ്റാണ്. ഒരു തുള്ളി പോലും കണ്ണ് തുറന്ന് കണ്ടില്ല. അത്രയ്ക്ക് പേടിയായിരുന്നു. ഞാൻ കണ്ണും പൂട്ടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതേ നേരമൊന്നും ഉണ്ടായില്ല. ഒരുപാട് നേരം ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ ഡെഡ് ബോഡി എടുക്കാമായിരുന്നു. പിന്നെ ഞാൻ ഈ കാണുന്ന കടകളിലെല്ലാം കയറി ഇറങ്ങി. എനിക്ക് ഇതുപോലെ കടകൾ കാണുമ്പം ഒരു കൗതുകമായിട്ടോ. ഞാൻ എല്ലാ കടകളിലും കയറി തൊട്ടും നോക്കിയൊക്കെ വരുള്ളൂ. പിന്നെ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി കേട്ടോ. അതൊരു രസമല്ലേ, നമുക്കിങ്ങനെ കാണുമ്പോൾ കയറി നോക്കുകയൊക്കെ ചെയ്യാം, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഈ മല പോലെ ചോറ് കണ്ട് ഞാൻ ഒരുപാട് കഴിച്ച് നിങ്ങൾ കരുതരുത്. ഇത് അവരിട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ് കേട്ടോ. കഴിച്ചു. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഓർക്കും. ഞാൻ ഏതൊരു വ്ളോഗ് ഇട്ടാലും എനിക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ, എന്തൊരു തീറ്റയാന്ന്. കഴിക്കും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് വന്ന് കരിദണ്ഡൻ്റെ സ്മാരക, വയനാട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പം ചുമ്മാ ജസ്റ്റ് വണ്ടി നിർത്തി ഒന്ന് കണ്ടു നോക്കിയതാണ്. ഇതിന് മുന്നേ ഞാൻ വയനാടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി. ഓപ്പോസിറ്റ് പോകാൻ നല്ല തിരക്കായിരുന്നു, വണ്ടി തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ടങ്ങ് പോന്നു കേട്ടോ. കരിനണ്ടൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങി കേട്ടോ. പിന്നെ ഇതിന് മുന്നേ 1 ഇയർ മുന്നേ ഞങ്ങൾ വയനാട് പോയിരുന്നു. അപ്പോൾ ഒരു 4 ദിവസം സ്റ്റേ ആയിരുന്നു. അവിടെ പോയി എല്ലാം കണ്ട് വന്നതായത്. ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വേറൊരു വഴിക്ക് പോയതാണല്ലോ, ഊട്ടിക്ക് പോയപ്പോൾ ആ വഴിക്ക് ജസ്റ്റ് ചുമ്മാ വയനാട് ടച്ച് ചെയ്ത് വരുന്നതുകൊണ്ടൊന്ന് കയറിയെന്നുള്ളൂ. അവിടെ വന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകുമ്പം വയനാട് പോകുമ്പോഴത്തേക്കും ഊരെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ലൊരു പ്ലേസാണ്. അവിടെ ആദിവാസി അങ്ങനെയുള്ളവരുടെ കൾച്ചറിനെ കുറിച്ച് നല്ല രസമാണ് കാണാൻ. കുറച്ചധികം കാണാനുണ്ട്. അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെയും മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെ എല്ലാം പോയതാണ് കേട്ടോ. ഊര് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. കണ്ടതിൽ ഇഷ്ടവും തോന്നി, കാണാനും ഉണ്ട് താനും. അപ്പോൾ നിങ്ങൾ അതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ അധികം ഒന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ വേറൊരു വഴിക്ക് പോകാം. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അങ്ങനെ ടച്ച് ചെയ്ത് വന്നപ്പം ജസ്റ്റ് ബാണാസുരട്ടും കയറി അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞൊന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. അപ്പം ആ വ്ളോഗ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്താലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്രത്തോളം ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.